അടിസ്ഥാന സൗകര്യങ്ങളും അത്യാവശ്യ ജീവനക്കാരുമില്ലാതെ ഇടുക്കിയിൽ ആരോഗ്യരംഗത്ത് വൻ പ്രതിസന്ധി. വർഷകാലമെത്തിയിട്ടും പകർച്ചവ്യാധി മുൻകരുതൽ നടപടികൾ പോലും പൂർത്തിയായില്ല. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ല. മഴ കനക്കുന്നതോടുകൂടി പകർച്ചവ്യാധികളും പെരുകും. മറ്റ് ജില്ലകളിൽ ആശുപത്രി സേവനത്തിന് അവസാന വാക്കാണ് മെഡിക്കൽ കോളേജ് എങ്കിൽ ഇടുക്കിയിൽ ഇത് വെറും പാഴ്വാക്കാണ്. ഇവിടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും രോഗികൾ പെടാപ്പാട് പെടുകയാണ്. ഡോക്ടർമാരെ കാണണമെങ്കിൽ ദീർഘസമയം കാത്തിരിക്കണം. ആശുപത്രി യാത്ര പോലും ദുരിതപൂർണമാണ്. പകർച്ചവ്യാധികളുടെ പെരുമഴക്കാലമായിട്ടും ആരോഗ്യവകുപ്പ് അധികൃതർ ഇവിടെ അനങ്ങാപ്പാറ നയം തുടരുന്നതാണ് പ്രതിഷേധ കാരണമാകുന്നത്. മെഡിക്കൽ കോളേജിലെ സമാന അവസ്ഥയാണ് ജില്ലയിലെ മറ്റ് ആതുരാലയങ്ങൾക്കും. ജില്ലാ ആശുപത്രിയും CHCകളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഒക്കെ ഇന്ന് പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുവാൻ തക്ക പ്രാപ്തിയുള്ളവയല്ല. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ കുറവ് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും മരുന്നുകളുടെ കുറവും അലട്ടുന്നുമുണ്ട്. കാലവർഷത്തിനു മുൻപായി തന്നെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ സജ്ജമാക്കുന്നതിലും ആരോഗ്യ വകുപ്പ് തികഞ്ഞ പരാജയമായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പേരിൽ കുറേയൊക്കെ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുവെങ്കിലും ഇതൊന്നും പൂർണ്ണതയിൽ എത്തിയിട്ടുമില്ല. കാലവർഷം എത്തിയതോടുകൂടി പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് തുടക്കവുമായി. എന്നാൽ ഇതിനൊക്കെ തക്ക മരുന്നുകൾ ആശുപത്രിയിൽ ഉണ്ടെങ്കിലും ജീവനക്കാരുടെ അപര്യാപ്തതയാണ് ഏറെ അലട്ടുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായ കാലതാമസമാണ് ആരോഗ്യവകുപ്പിന്റെ മെല്ലെപ്പോക്കിന് ഒരു പരിധിവരെയും കാരണം. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നതോടുകൂടി പകർച്ചവ്യാധിയുടെ പിടിയിലാകും ഇടുക്കി. ഇതിൽ നിന്നും മോചനം ഉണ്ടാകണമെങ്കിൽ ആരോഗ്യവകുപ്പ് ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കണം. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.